അതിന്റെ പ്രവർത്തന വൈപുല്യം കൊണ്ട്, സേവന നൈരന്തര്യം കൊണ്ട് ലോകത്തോളം തന്നെ വളർന്നു വിശാലമായ നമ്മുടെ അഭിമാന പ്രസ്ഥാനമാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്ന്, ഒരുപാട് പഠിക്കുന്നു ആളുകൾ, പക്ഷെ എന്തിനാണ് പഠിക്കുന്നത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, അത് പഠിക്കുന്നില്ല. ഇസ്ലാം ആദ്യം പഠിപ്പിക്കുന്നത് എന്തിനു പഠിക്കണം, എങ്ങനെ പഠിക്കണം. മഹാനായ അല്ലാമ സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, വിജ്ഞാനം അത് പൂർണ്ണമാകണമെങ്കിൽ 5 സ്റ്റെപ്പുകൾ പാലിക്കേണ്ടതാണ്. അൽ ഇസ്തിമാഉ, സുമ്മൽ ഫഹ്മു, സുമ്മൽ ഹിഫ്ളു, സുമ്മൽ അമലു, സുമ്മൻ നശ്ർ. ആദ്യം വേണ്ടത് 2 കാതും കൂർപ്പിച്ച് തുറന്നു വെച്ച് ഗുരുമുഖങ്ങളിൽ നിന്ന് ശ്രദ്ധിച്ച് കേൾക്കുക എന്നതാണ്. കേട്ട കാര്യങ്ങൾ ഗ്രഹിക്കുക എന്നതാണ് രണ്ടാമത്തേത്. ഗ്രഹിച്ച കാര്യങ്ങൾ മനഃപാഠമാക്കുകയാണ് മൂന്നാമത്തേത്. പഠിച്ചാൽ മാത്രം പോരാ, പഠിച്ചതനുസരിച്ച് അമൽ ചെയ്യുക എന്നുള്ളതാണ് നാലാമത്തേത്. പഠിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് സ്നേഹത്തോടുകൂടെ പകർന്നു കൊടുക്കുക എന്നതാണ് 5ാമത്തെ സ്റ്റെപ്പ്. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. ഒരുപാട് അറിവുകൾ കരഗതമാക്കുക മാത്രമല്ല, ഉള്ള അറിവനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ ലോകത്തെ ഉപദേശിച്ച പ്രസ്ഥാനമാണ് പരിശുദ്ധമായ ദീൻ. ആ ദീനാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ വിഭാവനം ചെയ്യുന്നത്. ഈ ശിലാസ്ഥാപനം നിർവഹിക്കപ്പെട്ട അൽ ബിറിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നതും അതാണ്. ലോകത്തിന്റെ നാനാഭാഗത്ത് ഇതേ അമലാണ്, ഇതേ കർത്തവ്യമാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പേര് കേൾക്കുമ്പോ നമുക്ക് തോന്നും കേരളം പോലെ ചെറിയ ഒരു സംഘടനയാണ്. പേരെന്താ? സമസ്ത കേരള. സമസ്ത കേരള എന്ന് പറഞ്ഞാൽ ഓൾ കേരള. കേരളത്തിൽ മാത്രമേ അതിന്റെ ഒരു പ്രവർത്തനമുള്ളൂ എന്ന് തോന്നും. പേര് കേട്ടാൽ ചെറുതെന്ന് തോന്നും. പക്ഷെ അതിന്റെ പ്രവർത്തന വൈപുല്യം കൊണ്ട്, സേവന നൈരന്തര്യം കൊണ്ട് ലോകത്തോളം തന്നെ വളർന്നു വിശാലമായ നമ്മുടെ അഭിമാന പ്രസ്ഥാനമാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ലോകവ്യാപകമായി അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങളുടെ ചെറിയ ഒരു കണ്ണിയാണ് മഹാനായ സയ്യിദുൽ ഉലമയുടെ അനുഗ്രഹീത കരങ്ങളാൽ ഇവിടെ ഒരുമിച്ച് കൂടിയ നിങ്ങളെ എല്ലാവരെയും സാക്ഷികളാക്കി ഈ മനോഹരമായ സായാഹ്നത്തിൽ ഇവിടെ ശിലാസ്ഥാപനം നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. ഇന്ന് മഗ്‌രിബിന്റെ മുമ്പ് ഇൻഷാ